So hello guys, welcome to my channel. So നമ്മൾ ഇത് ഞാൻ ക്ലാസ് 12ൻ്റെ അല്ല കേട്ടോ, ക്ലാസ് 10ൻ്റെ മാത്സ് എക്സാം വരുവാണ്. സോ അവർക്ക് വേണ്ടിയുള്ളൊരു ഗൈഡൻസ് വീഡിയോ ആണിത്. ക്ലാസ് 12ൻ്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്കമിങ് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ആയിട്ട് നിൽക്കുക. ക്ലാസ് 10ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി എന്തോ 95 മാർക്സ് ഉണ്ടായിരുന്നു. 90 എബോവ് മാർക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പം നമ്മൾ വിചാരിക്കും ഗൈഡ് മാത്രം പഠിച്ചാൽ മതി, ആർ ഡി ശർമ്മ അങ്ങനത്തെ കുറേ ഗൈഡ്സ് പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. യെസ്, ആർ ഡി ശർമ്മയൊക്കെ നല്ല ഗൈഡാണ്. പക്ഷെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ആർ ഡി ശർമ്മ ആദ്യം തന്നെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് പേടിയാണ് വരുന്നത്. സോ അതൊരിക്കലും ചെയ്യരുത്. ആർ ഡി ശർമ്മ ആദ്യം തന്നെ കയ്യിലെടുത്ത് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങരുത്. കാരണം മാത്സിൽ ഒരു അനാലിസിസ് നടത്തിയതനുസരിച്ച് എനിക്ക് മനസ്സിലായ കാര്യം, എബോവ് 50% എൻ സി ആർ ടി ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അതായത് ടിപ്പിക്കലി ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് വരും. അതായത് ചില ചാപ്റ്റേഴ്സ് ഉണ്ട് സ്പെസിഫിക് ആയിട്ട്, ആ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ തരാം. അത് സ്പെസിഫിക്കലി എന്താണ്, അതായത് ആ എൻ സി ആർ ടി ടോപ്പിക്സ് അല്ലെങ്കിൽ എൻ സി ആർ ടിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയം പറയുവാണെങ്കിൽ. പിന്നെ നമ്മുടെ റിയൽ ലൈക്ക് പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ സെയിം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരാറ്. അതാണ് പൊതുവെ ഉള്ള ട്രെൻഡ്. പിന്നെ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ് അവർ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ട്രിഗ്നോമെട്രിയും ആപ്ലിക്കേഷനോ ട്രിഗ്നോമെട്രിയും. അതിലും ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോസ് ഉടനെ ഇടാം. കാരണം നമുക്ക് മാത്സിന് അത്യാവശ്യം സമയമുണ്ട്, ഒരു 8 days സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ യു ക്യാൻ സ്കോർ 90 മാർക്സ്. ഈ ഒരു വർഷം നിങ്ങൾ ആക്ച്വലി ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 8 ദിവസം കൊണ്ട് പറ്റും. 8 ദിവസം എത്ര മണിക്കൂറുണ്ട്? ഒരു ദിവസം തന്നെ 24 മണിക്കൂറുണ്ട്. സോ വി ക്യാൻ ഡു ഇറ്റ്. സോ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. സോ പിന്നെന്താ ഉള്ളത്? പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വൃത്തിക്ക് പഠിക്കുക. എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നോക്കുക. കുറേ എക്സസൈസ് കാണും. എല്ലാ എക്സസൈസിലും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എല്ലാ ചാപ്റ്ററിലെയും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ക്ലാസ് 10കാർ ചെയ്തിരിക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യാൻ തന്നെ തുടങ്ങിക്കോ. ഇത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കത്തില്ല, പക്ഷെ ചോദിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. ലൈക്ക് ബാക്കിയുള്ള വിഷയങ്ങളെ വെച്ച് നോക്കുമ്പോൾ മാത്സ് ഒരുമാതിരി ചെറിയൊരു ട്രെൻഡ് കാണിക്കാറുണ്ട്. പക്ഷെ പി വിക്ക് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ചിലപ്പോൾ അവർ ടോപ്പിക്ക് മാറ്റിയിടും, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും. സോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, കാമായിട്ട് മതി. അതായത് പലർക്കും ഒരു പേടിയാണ്. അതായത് 10th ക്ലാസ് വരുമ്പോഴത്തേക്കും കുറേ പിള്ളേരുണ്ടല്ലോ എക്സാം എഴുതാൻ, അവർക്ക് ഭയങ്കര പേടി. ഇപ്പോൾ സ്റ്റാൻഡേർഡ്, ബേസിക് അങ്ങനെ 2 ഡിവിഷനൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ സമയത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതെനിക്കൊന്നു 2-3 വർഷമായിട്ടേ ഉള്ളൂ ആ ഒരു കാറ്റഗറി വെച്ചിട്ട്. സോ അപ്പം അതൊരിക്കലും നമ്മൾ പേടിക്കൊന്നും ചെയ്യണ്ട. മാത്സും ഒരു എളുപ്പമുള്ളൊരു സബ്ജക്റ്റായിട്ട് കരുതി അങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇപ്പം നമ്മൾ പാടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് മാത്സ് പാടായിട്ടേ തോന്നത്തുള്ളൂ. പക്ഷേ ഈസിയുള്ള ചാപ്റ്റേഴ്സ് സൈഡിൽ കിടപ്പുണ്ടെന്ന് നമ്മൾ മറന്നു പോകും. സോ അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. അതിൽ ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം പഠിക്കാൻ, ഏതൊരു രീതിയിൽ പഠിച്ചാലാണ് നമുക്ക്, ഇത് ഓരോ ഡേയുടെ ടൈം ടേബിൾ പോലെ ഞാൻ അയക്കാം. 10ന് ഞാൻ കുറച്ച് ലേറ്റായെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. സോ ക്ലാസ് 10കാർ ഓർക്കണം, ലൈക്ക് ആ ഒരു ക്ലാസ് 10ന് സിലബസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ. സ്റ്റാൻഡേർഡ്, ബേസിക് എന്ന് പറഞ്ഞാൽ അതൊരു ലൈക്ക് ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിൽ ഒരു വ്യത്യാസം കാണും. പക്ഷെ അതിലും നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ബേസിക്കാർക്ക് ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കും, സ്റ്റാൻഡേർഡുകാർക്ക് ചിലപ്പം നമ്പേഴ്സോ അല്ലെങ്കിൽ ഇക്വേഷൻസോ ഒക്കെ ചിലപ്പം കുറച്ച് ട്രിക്കി ആയിട്ടായിരിക്കും. പക്ഷേ എൻ സി ആർ ടിന്നായിരിക്കും രണ്ട് സൈഡ്, ബേസിക് ആയിക്കോട്ടെ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, എൻ സി ആർ ടിന്നായിരിക്കും എബോവ് 50% വരുന്നത്. സോ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. പിന്നെ പ്രീവിയസ് ഇയർ സാമ്പിൾ പേപ്പർ അതൊക്കെ ചെയ്ത് നോക്കി ചെയ്ത് നമ്മുടെ പേടി അങ്ങ് മാറ്റണം. പേടിച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. പേടി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം, 3 മണിക്കൂർ ഇരുന്ന് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പം സെറ്റാവും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എനിക്ക് സ്പെസിഫിക്കലി പറയാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഇത്രയും കുറച്ച് നല്ല ദിവസമുണ്ട്. മാർച്ച് 10നാണ് സി ബി എസ് ഇ ബോർഡ് 10ൻ്റെ സി ബി എസ് സിയുടെ മാത്സ് എക്സാം എന്ന് വെച്ചാൽ മാർച്ച് 10നാണ്. നല്ല ദിവസമുണ്ട്. നല്ല രീതിയിൽ ടൈം ടേബിൾ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് 90 എബോവ് കിട്ടും.
സോ അപ്പോൾ ഇനിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇൻഫർമേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എളുപ്പം മാർക്ക് മേടിക്കാൻ, അങ്ങനത്തെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സ്പെസിഫിക് കാര്യം. ഇത് ഞാനിങ്ങനെ പഠിച്ചെന്ന് ഒരു സ്പെസിഫിക് ബ്രീഫ് പറയുകയാണെങ്കിൽ, ഞാൻ NCERT ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്തായിരുന്നു, ഗൈഡ് ഫുള്ള് പഠിച്ചായിരുന്നു. ഞാൻ ഭയങ്കര ഒരു റെഗുലറായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ റെഗുലറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല മാത്സിന് മാർക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ആ സ്റ്റഡി ലീവ് മാക്സിമം ഉപയോഗിക്കുന്നവർക്കാണ് മാർക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഒരു വർഷം ഫുള്ള് പഠിച്ചു, സ്റ്റഡി ലീവ് ഞാൻ ഉഴപ്പി എനിക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ സ്റ്റഡി ലീവ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ല കഴിഞ്ഞ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ട്രിഗ്നോമെട്രി പാടാണെങ്കിൽ ഓക്കെ, വേറെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊരിക്കലും വിടരുത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, നമുക്ക് പറ്റാവുന്ന അത്രയും ചെയ്യുക, നമുക്ക് നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ നമ്മളെല്ലാ കീയും എല്ലാ ഗൈഡും ഒക്കെ നോക്കി പഠിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം അത് ഷെയർ ചെയ്യണം. സോ മാത്രമേ ഉള്ളൂ. ബൈ ബൈ.